വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറാണ് ഈ പള്ളിയുടേത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയുന്നത് ഇവിടുത്തെ അൾത്താരയാണ്. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൾത്താരയാണ് ഇവിടുത്തേത്. അതും ഫുൾ വൈറ്റ് മാർബിളിലും അതുപോലെ തന്നെ ഗോൾഡിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളാണിത് കാണാൻ. ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ന്യൂയോർക്കിലെ സെൻറ്റ് പാട്രിക് കത്തീഡ്രലാണുള്ളത്. ഈ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇന്നും ഉണ്ട് ഒരുപാട് ആൾക്കാർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് ഈ പള്ളിയുടേത്. പുറമേ ഉള്ളതിനേക്കാൾ വളരെ മനോഹരമാണ് ഉള്ളിലുള്ള കാഴ്ചകൾ. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ എൻട്രൻസിൽ കൂടി പള്ളിക്കകത്തേക്ക് കയറിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. വളരെ വലിയൊരു ചർച്ചാണിത്. അതുപോലെ തന്നെ പള്ളിയുടെ ഓൾട്ടർ എന്ന് പറയുന്നത്, അൾത്താരയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറേ ദൂരം നടക്കണം. അത്ര ദൂരത്തിലാണ് അൾത്താര എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഒരുപാട് വിശുദ്ധരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പേര് പോലും അറിയാൻ വയ്യാത്ത വിശുദ്ധരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. മെയിനായിട്ട് എടുത്തു പറയേണ്ടുന്ന കാര്യം ഈ പള്ളിയുടെ മെയിൻ എൻട്രൻസിലെ ഡോറുകൾ തന്നെയാണ്. അതായത് ടൈറ്റാനിക് ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അത്ര ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. നമുക്കിനി ഓരോ വിശുദ്ധരെയും കണ്ടുകൊണ്ട് അൾത്താരയിലേക്കൊന്ന് പോയിട്ട് വരാം. നമ്മളിപ്പം ഓൾട്ടറിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഓൾട്ടറിന് ചുറ്റും നമുക്ക് ഇങ്ങനെ നടന്ന് കാണുവാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾട്ടർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ വൈറ്റ് മാർബിളിലും അതുപോലെ തന്നെ ഗോൾഡിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓൾട്ടറാണ്. ഈ ഓൾട്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഉള്ള പള്ളിയാണ് നമ്മൾ കണ്ടത്. എത്ര ഭംഗിയല്ലേ. ഗ്ലാസ് ഇട്ടിരിക്കുവാണിത് ഫുള്ള്. നമുക്കപ്പം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണമെങ്കിലുമൊക്കെ ഈ ഗ്ലാസ്സിന് പുറത്തുകൂടി എടുക്കുകയൊക്കെ ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു അൾത്താര തന്നെയാണിത്. ഇവിടെ മാതാവ് ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുന്ന പിയാത്തയുടെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര മനോഹരമല്ലേ. നമ്മൾ ഓൾട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഈ ഇരുവശങ്ങളിലും ഒരുപാട് വിശുദ്ധരിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. എനിക്ക് പേരറിയാത്ത വിശുദ്ധർ പോലും ഉണ്ട് ഇവിടെ. അത്രമാത്രം വിശുദ്ധരുള്ള ഒരു പള്ളിയാണിത്. ഇത്രയധികം വിശുദ്ധരെ ഞാനൊരു പള്ളിയിലും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ്. വലിയ പള്ളിയാണ്. സെൻറ്റ് പാട്രിക്കിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണിത്. ഞാനിവിടെ വന്ന ദിവസം മാതാവിൻ്റെ പെരുന്നാളായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയെല്ലാം വളരെ മനോഹരമായിട്ട് ഫ്രഷ് ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഓൾട്ടറിൻ്റെ ഫ്രണ്ട് വശം കാണാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓൾട്ടർ തന്നെയാണ്. പറയാതിരിക്കാൻ കഴിയില്ല, അത്രമാത്രം മനോഹരമാണ്. ഈ ഓൾട്ടർ നിൽക്കുന്നത് തന്നെ വളരെ ഹൈറ്റിലാണ്. അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ടുള്ളൊരു അൾത്താരയാണ്. ആ അൾത്താരയിൽ എത്ര മനോഹരമായിട്ടുള്ള പൂക്കൾ കൊണ്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.
വളരെ ബ്യൂട്ടിഫുൾ അല്ലേ? അൾത്താരയിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്നത് മണിമേടയാണ്. മണിമേടയിൽ 13ഓളം മണികളുണ്ടെന്നാണ് പറയുന്നത്. ഈ ഓരോ ബലികൾക്കും ഓരോ വിശുദ്ധരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇപ്പോൾ ഇലക്ട്രിക്കലാണ് ഈ മണികളെല്ലാം മുഴങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കീബോർഡിലൂടെ ഇതിനെ പ്ലേ ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ പള്ളിക്ക് ചർച്ച് ഓഫ് ഓൾ പാരിഷ് എന്നുകൂടി പേരുണ്ട്. അതായത് എല്ലാ പള്ളികളുടെയും ഹെഡാണ് ഈ പള്ളി. അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ പള്ളിയുമാണ്. ഈ പള്ളിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിശുദ്ധരുടെ സ്റ്റാച്യൂസും ഫുൾ വൈറ്റ് മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് എല്ലാത്തിൻ്റെയും. ന്യൂയോർക്കിലെ സെൻറ്റ് പാട്രിക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.